നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ നെക്സ്റ്റ് വീക്ക് പ്രൊമോയും കാര്യങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവില് ബാലേന്ദ്രനും ഗോവർദ്ധനും കൂടെ കടപ്പാട്ട് വീട്ടിലേക്ക് വരുവാണ്. ബാലേന്ദ്രന്റെ മാനസികാവസ്ഥ ഗോവർദ്ധന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. എത്രമാത്രം വേദനയാണ് ബാലേന്ദ്രൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഇനിയിപ്പം അലീന പോയാലും വിഷമമൊന്നും മാറത്തില്ല. വൈചേച്ചി ചെയ്ത ചതി അതത്ര പെട്ടെന്നൊന്നും ആർക്കും ക്ഷമിക്കാനും പൊറുക്കാനും പറ്റുന്നൊന്നുമല്ലോ. ഗോവർദ്ധന് പോലും കേട്ടിട്ട് സഹിക്കുന്നില്ല. അതോടൊപ്പം തന്നെ അലീനെ സ്വന്തം മോളെന്നറിയാതെയാണ് വൈചേച്ചി അവിടെ നിന്ന് അടിച്ചിറക്കി വിടാൻ നോക്കിക്കൊണ്ടിരിക്കണേ. ഇനി എന്ത് ചെയ്യും? അങ്ങനെയുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ ഗോവർദ്ധന്റെ മനസ്സിലുണ്ടായിരുന്നു. ഒടുവിൽ അവരെ വീട്ടുമുറ്റത്തെത്തി കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രനെ ഗോവർദ്ധനം വിളിച്ചു. ബാലേട്ട നമ്മൾ വീടെത്തിന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ കണ്ണു തുറന്നിങ്ങനെ നോക്കുവാണ്. കാരണം ബാലേന്ദ്രന് ഒന്ന് മയങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗോവർദ്ധനും ബാലേന്ദ്രനും കൂടെ കറന്നിറങ്ങി. ഈ സമയത്ത് കതവ് തുറന്നിട്ട് അലീനയാണ് പുറത്തേക്ക് വരുന്നത്. അലീനയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗോവർദ്ധനൻ ആദ്യം കാണുന്ന മട്ടിൽ ഇങ്ങനെ നോക്കുവാണ്. ഇതിനു മുമ്പ് പല വട്ടം ഇവിടെ വന്നപ്പോൾ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നും അല്ല. വൈചേച്ചിയുടെ മോളാണ്. ഇത്രയും കാലം വിചാരിച്ചുകൊണ്ടിരുന്ന ബാലേട്ടൻ്റെ മോളാന്നാണ്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, നേരെ തിരിഞ്ഞു. ഇവളിതൊക്കെ അറിയുന്നുണ്ടോ? ഇന്നിപ്പം എവിടേക്കാ പോയിട്ട് വരുന്നേ? ഇവളുടെ അച്ഛനെ കാണാൻ പോയിട്ടാ വരുന്നെന്നുള്ള കാര്യങ്ങളൊന്നും ഇവൾക്ക് അറിയത്തില്ലല്ലോ. പാവം എന്നൊക്കെ ഒരു വിചാരം ഗോവർദ്ധന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അലീന വന്നിട്ട് ബാലേന്ദ്രന്റെ കയ്യിൽ നിന്ന് ബാഗൊക്കെ മേടിച്ചിട്ട് ചോദിച്ചു, അച്ഛാ യാത്രയൊക്കെ സുഖമായിരുന്നു എന്ന് ചോദിച്ചു. സുഖമായിരുന്നു പറഞ്ഞു. ബാ കയറി വാങ്കളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന അങ്ങോട്ട് കയറിപ്പോയി. ഗോവർദ്ധന അകത്തേക്ക് വന്നു. ഈ സമയത്ത് അലീന എന്ത് ചെയ്തു? പോയി ചായയൊക്കെ എടുക്കുവാണ്. രണ്ടുപേർ കൂടെ ചായയൊക്കെ എടുത്തോണ്ട് വന്നു. അപ്പോഴേക്കും ഗോവർദ്ധനം പറഞ്ഞു, അതെ എനിക്ക് പെട്ടെന്ന് പോകണം, ഞാൻ ഇറങ്ങിയേക്കുവാന്ന് പറഞ്ഞു. അല്ലെങ്കിലേ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അത് വേണ്ട, സുലു അവിടെ അതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എങ്കിൽ ശരി, ഞാൻ ഇറങ്ങിയേക്കുവാന്ന് പറഞ്ഞു. പിന്നീട് ബാലേന്ദ്രനോട് പോയി യാത്ര പറയണം. ബാലേട്ട വിഷമിക്കൊന്നും വേണ്ട, ബാലേട്ട സങ്കടപ്പെടാതിരിക്കുക, എല്ലാം ശരിയാവും പറഞ്ഞു. എനിക്ക് ടെൻഷനൊന്നും ഇല്ലടോ, ഞാൻ അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമം അനുഭവിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് ഇത് കൂടുതലൊക്കെ എന്ത് വരാനായിട്ടാ? ഒന്നും വരാനില്ല എന്ന് പറഞ്ഞു. അതല്ല ബാലേട്ട, എനിക്കറിയാം ബാലേട്ടൻ്റെ മനസ്സുരുക്കുന്നേ, അത് ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഞാൻ ഇത് സുലുവിനോട് ആരോടും പറയത്തൊന്നുമില്ല. അതൊന്നും ഓർത്ത് ബാലേട്ടൻ വിഷമിക്കണ്ട. അതൊന്നും സാരമില്ല, എനിക്ക് തന്നെ അറിയരുതോ ഗോവർദ്ധന. താൻ എൻ്റെ അളിയൻ മാത്രമല്ല വിശ്വസ്തനും കൂടിയാന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് താൻ ആരോടും പറയില്ല എന്നും എനിക്കറിയാം. ആ കാര്യത്തിലൊന്നും എനിക്കൊരു ഭയവും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബാലേന്ദ്രനോട് യാത്ര പറഞ്ഞ് അലീനയോട് എല്ലാവരുടെയും യാത്ര പറഞ്ഞാണ് ഗോവർദ്ധൻ ഇറങ്ങണേ. ഈ സമയത്ത് ബാലേന്ദ്രൻ മുറിയിലേക്ക് പോയി ഒന്ന് ഫ്രഷ് ആവാനായിട്ട് പോയതാണ്. അങ്ങനെ ഫ്രഷായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോള് അങ്ങോട്ട് ചെന്നു. കൃഷ്ണമോള് എന്നിട്ട് ചോദിച്ചു, അല്ല അച്ഛനെന്താ അവിടെ പോയതായിരുന്നു 2-3 ദിവസമായിട്ട് എന്ന് ചോദിച്ചു. അല്ല എന്താ മോളെ? അല്ല അലീന ചേച്ചി ഇനി എവിടെയെങ്കിലും ആക്കാൻ വേണ്ടി പോയതാണോ? അലീന ചേച്ചിയെ കൊണ്ടാക്കാനുള്ള സ്ഥലമൊക്കെ റെഡിയായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. കൃഷ്ണമോളുടെ മനസ്സിൽ അങ്ങനെ ചില ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. ബാലേന്ദ്രൻ അതിന് ഉണ്ടെന്നോ ഇല്ലെന്നോ ഉത്തരവൊന്നും പറഞ്ഞില്ല. ബാലേന്ദ്രൻ മിണ്ടാതിരുന്ന് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾക്ക് സംശയമായി. ഇനിയിപ്പം അലീന ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ റെഡിയായില്ലേ, അതാണോ അച്ഛനിങ്ങനെ? പക്ഷെ അച്ഛൻ്റെ മുഖം കണ്ടിട്ട് റെഡിയായ ലക്ഷണമുണ്ട്. പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞു, അതെ അലീനയെ കൊണ്ടാക്കാനുള്ള സ്ഥലം നോക്കി പോയതാ. നമ്മൾ വെറുതെ അങ്ങോട്ട് ഇറക്കി വിടാൻ പറ്റില്ലല്ലോ, സേഫായിട്ടൊരു സ്ഥലം വേണ്ടേ? അങ്ങനെ ഒരു സ്ഥലമൊക്കെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾക്ക് ഭയങ്കര വിഷമമായി. കൃഷ്ണമോൾക്ക് താഴേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേനും ഭവിതയും രോഹിത്തും ഒക്കെ ചോദിച്ചു, അല്ല അച്ഛൻ എന്തിനു പോയതാ, എവിടെ പോയതാ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞോ? അത് അലീന ചേച്ചിയെ കൊണ്ടാക്കാനുള്ള സ്ഥലം നോക്കി പോയതാ എന്ന് പറഞ്ഞു. എന്നിട്ടോ അത് റെഡിയായോ എന്ന് ചോദിച്ചു. അച്ഛൻ്റെ സംസാരം കേട്ടിട്ട് റെഡിയായ മട്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് അലീന അങ്ങോട്ടേക്ക് വരുന്നത്. അലീന വന്നിട്ട് നിങ്ങൾക്ക് കഴിക്കാനെടുക്കട്ടെ എന്ന് ചോദിച്ചു. എന്താ 3 പേരുടെ മുഖം വല്ലായിരിക്കണേ? ഒന്നുമില്ല. അല്ല അച്ഛൻ എന്തേലും പറഞ്ഞോ എന്ന് ചോദിച്ചു. അത് പിന്നെ അലീന ചേച്ചി ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തുവാണ്. എന്താ കാര്യം? എന്താ? അച്ഛൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോയതാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീനയുടെ മുഖവും മാറി. അലീനയ്ക്കും വല്ലാതെയായി. ആ സമയത്ത് ബാലേന്ദ്രൻ അലീനയെ മുറിയിലേക്ക് വിളിച്ചു. അങ്ങനെ അലീന അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ അച്ഛാ, അച്ഛന് വെറുതെ പോയതല്ലെന്നുള്ള കാര്യം എനിക്കറിയാം, എനിക്ക് വേണ്ടിയിട്ടാണെന്നും എനിക്കറിയാം. അല്ല അച്ഛൻ എങ്ങോട്ടാ പോയത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു, അതെ നിന്നെ സേഫായിട്ടൊരു സ്ഥലത്ത് കൊണ്ടേ ആക്കണമല്ലോ, അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ പോയതായിരുന്നു പറഞ്ഞു. അല്ല അച്ഛാ, അത് പിന്നെ അച്ഛൻ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നീ എൻ്റെ മോളല്ലേ, അപ്പം എനിക്ക് അതുപോലെയുള്ള സ്ഥലത്ത് വേണ്ടേ കൊണ്ടേ ആക്കാനായിട്ട്. അങ്ങനെ ഒരു സ്ഥലം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, കുളത്തൂപ്പുഴ.
കുളത്തൂപ്പുഴ അത് കുറച്ച് ദൂരെയല്ലേ അച്ഛാ? ദൂരെയാണ്, പക്ഷെ അവിടെ സേഫാണ് മോളെ നീ. അതുകൊണ്ടാണ് അവിടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്, അവര് വിളിക്കും എന്ന് പറഞ്ഞു. വിളിക്കുമെന്നോ? അതെ, അവരൊന്ന് ആലോചിച്ചിട്ട് പറയാന്നാ പറഞ്ഞേ, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അത് കേട്ട് ഇനിയിപ്പം അലീന പറഞ്ഞു, അല്ലച്ചാ അവിടെയൊക്കെ പോണം, അത്ര ദൂരേക്കൊക്കെ. അലീനയ്ക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അത് മാത്രമല്ല അലീന ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, അവിടെ സേഫാ മോളെ, കാരണം അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിനക്കൊരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അച്ഛാ ഞാൻ വേറെ എവിടെയെങ്കിലും പോയിക്കോളാം എന്ന് പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. നീ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ അല്ലേ കൊണ്ടേ വിടുന്നേ, ഞാനങ്ങനെ വെറുതെ നിന്നെ ഒരിടത്ത് കൊണ്ടേ വിടുവോ? ഒരിക്കലും ഇല്ല. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അതെനിക്കറിയാം അച്ഛാ, അങ്ങനെ ഒരിടത്തും കൊണ്ടേ വിടില്ലെന്നറിയാം, അച്ഛൻ എനിക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് അലീന ബാലേന്ദ്രനെ നോക്കി. ബാലേന്ദ്രൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് അലീനയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ താൻ പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അത് അച്ഛൻ്റെ മനസ്സിൽ കാണുമായിരിക്കും. തന്നെ ഇത്രയധികം സ്നേഹിക്കുന്നതുകൊണ്ടായിരിക്കും തനിക്ക് വേണ്ടിയിട്ട് അച്ഛനിങ്ങനെ പോവാനായിട്ട് ഇത്രയും തനിക്ക് വേണ്ടി അന്വേഷിച്ചൊരു സ്ഥലം കണ്ടെത്താൻ വേണ്ടി തീരുമാനിച്ചേ. അച്ഛന് ഇതിൻ്റെ ഒന്നും ആവശ്യമുള്ളതല്ല, കാരണം തന്നെ അങ്ങോട്ട് ഇറക്കി വിട്ടാൽ മതി, പിന്നെ സത്യങ്ങളൊക്കെ തൻ്റെ അമ്മയോട് തുറന്നു പറഞ്ഞാലും മതി. പക്ഷെ അച്ഛനത് ചെയ്യുന്നില്ല. അങ്ങനെ അലീന അങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോളൊക്കെ ചോദിച്ചു, അച്ഛൻ എന്തു പറഞ്ഞു ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതെ, എന്നെ കൊണ്ടേ വിടാനുള്ള സ്ഥലമൊക്കെ അച്ഛൻ റെഡിയാക്കിയിട്ടാണ് വന്നിരിക്കണേ, എന്താണെങ്കിലും അധികം വൈകാതെ എനിക്ക് ഇവിടുന്ന് പോകേണ്ട വരുമെന്ന് പറഞ്ഞു. പോവാനോ? അലീന ചേച്ചി പോവാനോന്ന് രോഹിത് ചോദിച്ചു. പിന്നെ പോവാതെ പറ്റില്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭവിത പറഞ്ഞു, വേണ്ട ചേച്ചി ഇവിടെ നിന്നാൽ മതി. അതെങ്ങനെ ശരിയാന്നേ, ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മ ഇങ്ങോട്ടേക്ക് വരത്തില്ലല്ലോ, മാഡം വരണമെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവണ്ടേ? ഇത് കേട്ടൻ ഭവിത പറഞ്ഞു, ഞങ്ങൾക്ക് സങ്കടമാണ് ചേച്ചി ഇവിടുന്ന് പോണേ. അതെ, ഞാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സങ്കടമോ? എനിക്കറിയാം. അതുപോലെ തന്നെ ഈ വീട് വിട്ടു പോകാനായിട്ട് എനിക്കും അത്രയ്ക്ക് വിഷമമുണ്ട്. നിങ്ങളെയൊക്കെ പിരിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ നല്ല ഭാവിയെ കരുതിയിട്ടാ നിങ്ങളുടെ അമ്മ ഇവിടേക്ക് വരണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു തീരുമാനമൊന്നും എടുക്കില്ലായിരുന്നു പറഞ്ഞിട്ട് അലീന അങ്ങോട്ട് സങ്കടത്തോടെ പോയി. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, എങ്ങനെയെങ്കിലും അലീന ചേച്ചിയുടെ പോക്ക് മുടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ. ഭവിത പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, എന്തേലും ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു. ഈ അമ്മയുടെ ഒരു കാര്യം, അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ കേടാ? വരട്ടെ, അമ്മ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് ഇവിടെ വന്ന് കിടന്ന് അനുഭവിക്കും എന്നൊക്കെ ഇങ്ങനെ ഭവിത പറയണം. ഭവിതയ്ക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു അലീനെ പോകുന്നതിൽ. പിന്നീട് അലീനയെ രേവതിക്കുട്ടി വിളിക്കുന്നുണ്ട്. രേവതിക്കുട്ടി വിളിച്ച് സംസാരിക്കുന്ന സമയത്താണ് അലീന ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. കുളത്തൂപ്പുഴ എന്ന സ്ഥലത്ത് അച്ഛൻ പോയാലും അന്വേഷിച്ച് വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പം 2-3 ദിവസത്തിനുള്ളിൽ എനിക്ക് പോവേണ്ട വരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം രേവതിക്കുട്ടി ഇപ്പം ഞാൻ ഭയങ്കര വിഷമമായി. രേവതിക്കുട്ടി പറഞ്ഞു, ചേച്ചി അപ്പം അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്നെ കാണാൻ വരാൻ പറ്റുമോ ചേച്ചിക്ക്? എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ? എങ്ങനെയാ, എത്രക്കാരൊന്നും അറിയത്തില്ലോ. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, അച്ഛൻ എന്താണെങ്കിലും അങ്ങനെ എന്നെ കൊണ്ടേ ആക്കത്തില്ലെന്ന് അറിയാലോ. ഇടയ്ക്ക് അച്ഛനെ വന്ന് കാണാൻ തോന്നുമ്പോൾ അച്ഛൻ ചിലപ്പോൾ വന്ന് കാണുമായിരിക്കും, പിന്നെ എന്നെയും വിടുമായിരിക്കും. അങ്ങനെയുള്ള പ്രതീക്ഷയല്ല ഞാനെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ചേച്ചി ഒരു കാര്യം ചെയ്യുക, അങ്ങോട്ടേക്കൊന്നും പോട്ടെ, ഇവിടെ വാ, ഞാൻ അങ്കിളിനും ആൻറ്റിയോടും ഒക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞു. അത് ശരിയാവത്തില്ല മോളെ, നിന്നെ തന്നെ അവരിത്ര കാര്യത്തോടെ നോക്കുന്നേ അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്, നീ ചെയ്ത പുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ പിന്നെ ഞാനും കൂടെ അങ്ങോട്ട് വന്നാൽ അതൊന്നും ഒരിക്കലും ശരിയായില്ല. നമ്മൾ മറ്റുള്ളവരെ ഒരിക്കലും അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചിട്ടാണ് അലീന കോള് കട്ട് ചെയ്യുന്നത്. ഈ സമയത്ത് സ്റ്റാലിൻ ഇങ്ങനെ ആലോചിക്കുക എന്താ ചെയ്യേണ്ടതെന്ന്. തൻ്റെ മകളാണ് അവൾ, താനും വൈജയന്തിയുമായിട്ട് ഉള്ള ആ ഒരു റിലേഷൻ, അതൊക്കെ ഇങ്ങനെ സ്റ്റാലിയുടെ മനസ്സിൽ കൂടെ മിന്നിമായുവാണ്. തൻ്റെ അമ്മ മരിച്ചെന്നും പറഞ്ഞ് താൻ പോകുന്ന സമയത്ത് അവൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു. തിരികെ വന്നു കഴിയുമ്പോൾ അവൾ ഇല്ലായിരുന്നു താനും. പക്ഷേ ഇങ്ങനെ ഒരു ടെസ്റ്റ് താൻ പ്രതീക്ഷിച്ചില്ല. താൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഒന്നെങ്കിൽ അവൾ പ്രസവിച്ച് അവൾ തന്നെ മോളെ നോക്കുന്നുണ്ടായിരിക്കും, മോളെയല്ല കുഞ്ഞിനെ നോക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊടുത്തു കാണുമായിരിക്കും കല്യാണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ. പക്ഷേ ഇങ്ങനെയൊക്കെയാണെന്ന് ഒരിക്കലും ചിന്തിച്ചത് പോലുമില്ല. സ്റ്റാലിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എന്നാലും സ്റ്റാലിൻ ഇങ്ങനെ മനസ്സിലാലോചിച്ചു, തീരുമാനം എടുക്കാതിരുന്നിട്ട് കാര്യമില്ല. എസ് ആണെങ്കിലും നോ ആണെങ്കിലും ബാലേന്ദ്രനോട് അധികം വൈകാതെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ അലീനയെ വേറെ എവിടെയെങ്കിലും ആക്കണം. പക്ഷെ അച്ഛൻ്റെ അടുത്തുള്ള സേഫ്റ്റി വേറൊരിടത്തും കിട്ടത്തില്ലോ. അതാണ് ബാലേന്ദ്രൻ ഇത്ര ദൂരം ഓടി വന്നതെന്നുള്ള കാര്യം സ്റ്റാലിക്കറിയാം. അതോടൊപ്പം തന്നെ ബാലേന്ദ്രൻ്റെ മനസ്സിന് നന്മയും, മറ്റൊരാളായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ ഇപ്പം ഇങ്ങനെയൊന്നും ആയിരിക്കില്ല തന്നോട് വന്ന് പ്രതികരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല ബാലേന്ദ്രൻ അവളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്.
അതുകൊണ്ടാണ് അവൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വരെ വന്നതെന്നുള്ള കാര്യങ്ങളും സ്റ്റാലി മനസ്സിലാക്കുകയാണ്. അങ്ങനെ സ്റ്റാലി ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. എന്താണെങ്കിലും വൈജയന്തിക്കുള്ള പണിയാണ് ഇനി വരാൻ പോകുന്നത്. ഇനി വരുന്ന ദിവസങ്ങൾ അതൊക്കെ തന്നെ ആയിരിക്കും. വൈജയന്തിയുടെ അഹങ്കാരത്തിന് ഒരു ആദ്യം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.